സുരാജ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്നൊരു ആർട്ടിസ്റ്റാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ സ്ക്രീനിൽ മാത്രമല്ല, ഇപ്പോൾ സ്റ്റേജിലാണെങ്കിലും ഒക്കെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥ, സിൻസിയാരിറ്റി വളരെ ഉള്ള ഒരു, അദ്ദേഹം നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല, നമ്മൾ എടുത്തു പറയാവുന്ന കുറച്ച് കലാകാരന്മാരിൽ ഒരാളാണ് സുരാജ്. അത് എനിക്ക് തോന്നുന്നു അത് എവിടെ ചെന്നാലും, ഇപ്പോൾ നമ്മൾ സിനിമയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഒക്കെ ആ ഒരു ക്വാളിറ്റി എപ്പോഴും സുരാജ് നിലനിർത്തി പോകാറുണ്ട്. അപ്പോൾ ഏതായാലും ആഗ്രഹിക്കുന്ന പോലെ തന്നെ, ആഗ്രഹം മാത്രമല്ല, അതിന് വലിയൊരു പ്രയത്നമുണ്ട് സുരാജിന്. അതെന്തായാലും ഈശ്വരൻ തരും. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു വേദിയിൽ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരെയും എല്ലാം ഒന്ന് വാമപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെർഫോമൻസ്. തീർച്ചയായിട്ടും അതില് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ കുറേ പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഈ സ്റ്റേജിൽ, ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ടാണ്. അതായത് ഇതുപോലുള്ള നമ്മുടെ കോമഡി ഷോ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ഞാനും അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയും യമകണ്ഠ സ്റ്റേജ്, വളരെ സ്പേഷ്യസ് ആണ്. എന്തെല്ലാം ചെയ്യാന്നറിയാം. ഭയങ്കര കൊതിയാവുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഓടി നടന്ന് ഡാൻസ് കളിക്കാൻ തോന്നുന്നു. പിന്നെ അതല്ലേ ഞാൻ എൻ്റെ ഒരു സിംഗിൾ എൻട്രി ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഐറ്റം ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വേറൊന്നുമല്ല, അതിന് ഇക്കാടെ സഹായം കൂടെ എനിക്ക് വേണം. വരും, പ്ലീസ് ഒന്ന് വരും. സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ മമ്മൂക്കയോടൊപ്പം ലാലേട്ടനോടൊപ്പം ഒക്കെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കാണുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ശരിക്കും ഈ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ സ്വഭാവം എന്താണ്, അതൊന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പലരും പറയാറുണ്ട്. കാര്യം സിനിമയിലെ അവർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ അവരെങ്ങനെയാണ് എന്ന് അറിയാനായിട്ട് ആകാംക്ഷ, എങ്ങനെയാണ് അവർ ഒരു സിറ്റുവേഷൻ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ യഥാർത്ഥ സ്വഭാവം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോവാണ്. ശരിക്കും കൽപ്പന ചേച്ചിയാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ തന്നത്. കൽപ്പന ചേച്ചിക്ക് വേണ്ടി നല്ലൊരു ഐഡിയ കൊടുത്തേ. മമ്മൂക്ക ലൊക്കേഷനിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ലൊക്കേഷനിൽ മമ്മൂക്ക നടന്നു വരുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുന്ന സാധാരണ ഒരു ആരാധകനോ ആരോ ഒരാൾ എന്നോട് ചോദിക്കുക, സമയം എത്രയായി ഇക്ക എന്ന് ചോദിക്കണം. ഓക്കെ, മമ്മൂക്ക ലൊക്കേഷനിൽ നടന്നു വരും. അല്ല ഉണ്ടല്ല, മമ്മൂക്ക സമയം എത്രയായി? എൻ്റെ പേരെന്ത്? എൻ്റെ പേര് രതീഷ്. എത്ര വയസ്സായി? 24. 10-24 വയസ്സായാലോ, സ്വന്തമായിട്ട് വാച്ച് വാച്ച് കെട്ടിക്കൂടെ? സമയം എത്രയായി? 11:10. സംഭവം പറയൂലേ? സംഭവം ഇത് പറഞ്ഞു. അതല്ല, ടൈം പറയും. ടൈം പറഞ്ഞല്ലോ. ഇനി ലാലേട്ടനാണെങ്കിൽ ലൊക്കേഷനിൽ വരുമ്പോൾ ഇത് ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ കേട്ടോ, ലാലേട്ടനാണ് വരുന്നതെങ്കിൽ ലാലേട്ട സമയം എത്രയായി? എന്താ മോനെ ടൈം എന്തായി? സമയം അറിഞ്ഞിട്ട് മോൻ്റെ പരിപാടി എന്താ? അല്ല എന്ത് പരിപാടി ആയാലും ചേട്ടനെ കൂടെ വിളിക്കണം. നിന്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം. കൈയുടെയൊക്കെ ഓക്കെ. ഇത് സുരാജാണ്, എങ്ങനെ എന്ത് പറയും? അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, അത് വേണം. മുട്ടിനെ മോഹൻലാൽ അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് നീ മാത്രം അങ്ങോട്ട് വലിയ ആളാവണം. എന്ത് പറയും ചോദിച്ചാല്? ഓക്കെ, ഞാൻ ഒരു പെണ്ണാണെന്ന് വിചാരിക്കും. ഞാൻ ഒരു പെണ്ണാണ്, സമ്മതിക്കില്ല. ശരി, ഞാൻ ലൊക്കേഷനിൽ വരുമ്പോ ആരെങ്കിലും സമയം ചോദിച്ചാൽ ഇത് ആണോ പെണ്ണോ ആരോ? ഇത് പെണ്ണാണല്ലേ? ഞാൻ ഡീസന്റ് ആണ്, അത് നോക്കിയുള്ളൂ. ഞാനാണോ വേണ്ട? സുരാജേട്ടാ, എനിക്കറിയാം സമയമില്ല, വാച്ചല്ലേ, ഞാൻ വാങ്ങിത്തരാം. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ. അടിപൊളി. സുരാജേട്ടാ, എന്താണെങ്കിലും മമ്മൂക്കയെ കണ്ടു, ലാലേട്ടനെ കണ്ടു, പ്ലീസ് ഞങ്ങൾക്ക് ഇങ്ങനെ മതിയാവുന്നില്ല, ആരെങ്കിലും കൂടെ ഒരു 2 പേരെ കൂടെ കാണിക്കൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നടന്നു വരുന്നത്. മുകേഷ് ഏട്ടനാണേ. മുകേഷ് ഏട്ടൻ. മുകേഷിന്റെ സമയം എന്തായി? എന്റെ വീട് എവിടെയാടി? കൊല്ലത്താന്നോ? പാതിരാത്രി 11 മണിക്കല്ലോടാ സമയം ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജഗദീഷ് ഏട്ടൻ. ജഗദീഷ് ഏട്ടാ, സമയം എത്രയായി? സമയം എന്തിനാ? എന്റെ ഒരു പാട്ട് കേട്ടോ. അയ്യോ, അടിപൊളി.
സുരാജ് ചേട്ടാ എന്റെ ഒരു പാട്ട് കേട്ടോ സമയം പോകുന്നത് അറിയത്തേ ഇല്ല. സുരാജ് ചേട്ടാ ഒരു രക്ഷയില്ല. എന്താണെങ്കിലും എനിക്ക് അങ്ങോട്ട് വിടാൻ തോന്നുന്നില്ല. രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. പ്ലീസ് ബി ഓക്കെ, താങ്ക് യു.